മലയാളം ഇൻഡിസൈൻ വീഡിയോ ട്യൂട്ടോറിയലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഓട്ടോമാറ്റിക് പേജ് നമ്പറിംഗ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. ഒരു മൾട്ടി പേജ് ഡോക്യുമെന്റിൽ എങ്ങനെ ഓട്ടോമാറ്റിക് പേജ് നമ്പറിംഗ് കൊടുക്കാം എന്നുള്ളത്. അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ സെക്ഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ആദ്യമായി എനിക്ക് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, ഒന്നാം പേജ് ഇതിന്റെ കവർ പേജാണ്. കവർ പേജിൽ നമ്പറിംഗ് ആവശ്യമില്ല. എനിക്ക് മൂന്നാം പേജിലാണ് ഇതിന്റെ നമ്പർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒന്നാം നമ്പർ പേജിൽ നിന്നുള്ള, അതായത് കവർ പേജിലുള്ള ആ നമ്പറിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇത് മാസ്റ്റർ പേജ് വെച്ചിരിക്കുന്ന പേജ് നമ്പറാണ്. എനിക്ക് ഇപ്പോൾ ഞാൻ ആ ഗ്രാഫിക്കിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ഞാൻ ലോക്ക് ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ എനിക്ക് മാസ്റ്റർ പേജ് വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഈ നമ്പറിനെ സെലക്ട് ചെയ്യുകയാണ്. ഷിഫ്റ്റ് കൺട്രോൾ ഉപയോഗിച്ച് അതിനെ എനിക്ക് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ അതിനെ കൺട്രോൾ Z കൊടുക്കുന്നു. ഇതിനെ മാക്കിൻടോഷിലാണെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. ഇതിനെ ഞാൻ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒന്നാം നമ്പർ പേജിൽ ആ പേജ് നമ്പർ ഇല്ല. ഇനി രണ്ടാം നമ്പർ പേജിലും അതുപോലെ തന്നെ, സെക്കൻഡ് പേജിലും അതുപോലെ തന്നെ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഉപയോഗിച്ച് അതിനെ സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സെക്കൻഡ് പേജിലും ആ നമ്പർ ഇല്ല. ഇപ്പോൾ മൂന്നാം പേജിലാണ് നമ്പർ ഉള്ളത്. മൂന്നാം പേജ് മുതലാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ. അപ്പോൾ എനിക്ക് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മൂന്നാം പേജിൽ നിന്ന് ചിലപ്പോൾ എനിക്ക് പേജ് നമ്പർ 1 ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ എനിക്ക് മൂന്നാം പേജിനെ ഒരു സെക്ഷൻ ആക്കി മാറ്റേണ്ടി വരും. ഞാൻ അതിനെ മൂന്നാം പേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, നമ്പറിംഗ് ആൻഡ് സെക്ഷൻ ഓപ്ഷൻസ് എടുക്കുന്നു ഇവിടെ. അതല്ലെങ്കിൽ പേജ് ലേഔട്ടിന്റെ റൈറ്റ് ടോപ്പിൽ ഒരു ട്രയാങ്കുലർ ഉണ്ട്. ആ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിംഗ് ആൻഡ് സെക്ഷൻ ഓപ്ഷൻസ് എനിക്ക് അതിന്റെ സബ് മെനു ലഭിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ ലേഔട്ട് മെനുവിൽ പോയാൽ നമ്പറിംഗ് ആൻഡ് സെക്ഷൻ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അതിൽ ആണ് സെക്ഷൻ ആക്കി മാറ്റുന്നതിനുള്ള ഓപ്ഷൻസ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് മൂന്നാം നമ്പർ മുതൽ പേജ് നമ്പർ 1 സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഞാനിവിടെ സ്റ്റാർട്ട് സെക്ഷൻ ഓട്ടോമാറ്റിക് പേജ് നമ്പറിംഗ്, അതിൽ സ്റ്റാർട്ട് പേജ് നമ്പറിംഗ് 1 ആക്കുന്നു. ഇനി ഏത് സ്റ്റൈൽ ഓഫ് നമ്പറാണ് എനിക്ക് ആവശ്യം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സ്റ്റൈൽ ഇതാ. ഇപ്പോൾ ഞാൻ 1, 2, 3 തന്നെ ആണ് ഓക്കെ കൊടുക്കുമ്പോൾ എനിക്കൊരു വാർണിംഗ് മെസ്സേജ് ഇവിടെ വരുന്നു. അതായത് 1, 2, 3, 1, 2, 3, 4, 5, 6 അങ്ങനെയുള്ള പേജ് നമ്പർ ഓൾറെഡി ഇതിൽ നിലവിലുണ്ട്. അപ്പോൾ ഇനി അത് തന്നെ വേണമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഓക്കെ കൊടുത്താൽ അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ അത് പ്രിന്റിങ്ങിലെല്ലാം നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അതിന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പേജിന് മുകളിൽ കാണുന്ന ഈ ട്രയാങ്കിൾ, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇതേ ഓപ്ഷൻ തന്നെ കിട്ടുന്നതാണ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, നമ്പറിംഗ് ആൻഡ് പേജ് ഓപ്ഷൻസ് എടുക്കുന്നു. ഇപ്പോൾ അതിൽ ഞാൻ ഒന്നാം പേജാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എനിക്ക് ഒന്നാം നമ്പർ പേജ് സെലക്ട് ചെയ്യുന്നു. അതിൽ ഞാൻ ആ ട്രയാങ്കിൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, പേജ് നമ്പറിംഗ് ആൻഡ് സെക്ഷൻ ഓപ്ഷൻസ് എടുക്കുന്നു. അതിൽ ഓട്ടോമാറ്റിക് പേജ് നമ്പറിംഗ് ഓക്കെ, സ്റ്റാർട്ട് പേജ് നമ്പർ 1 കൊടുക്കുന്നു. അവിടെ ഞാൻ ആ സ്റ്റൈൽ, പേജ് നമ്പറിങ്ങിന്റെ സ്റ്റൈൽ മാറ്റുന്നു. എനിക്ക് റോമൻ നമ്പേഴ്സിലേക്ക് ഞാൻ അതിനെ മാറ്റുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എനിക്ക് 1ഉം 2ഉം പേജുകളിലെ നമ്പേഴ്സ് റോമൻ നമ്പറിലാണ് കിടക്കുന്നത്. മൂന്നാം പേജ് മുതൽ ആണ് യഥാർത്ഥത്തിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാ, മൂന്നാം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാവുന്നതാണ്. 1, 2, 3, 4 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. എനിക്ക് ഇനി മറ്റൊരു സെക്ഷൻ, മറ്റൊരു അധ്യായമായിരിക്കാം. ഇതൊരു ബുക്ക് ആണെങ്കിൽ, ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥാ സമാഹാരത്തിന്റെ മറ്റൊരു അധ്യായം ഇവിടെ 7th പേജിൽ ആരംഭിക്കുകയാണ്. അവിടെയും എനിക്ക് ഇതുപോലെ തന്നെ മറ്റൊരു പേജ് നമ്പറിംഗ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അവിടെയും ഞാൻ ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേജ് നമ്പറിംഗ് ആൻഡ് സെക്ഷൻ എടുക്കുന്നു. ഒരു പുതിയ സെക്ഷനാണ് ഇവിടെ ഞാൻ എടുക്കുന്നത്. അതിന്റെ ടൈറ്റിൽ തന്നെ ന്യൂ സെക്ഷൻ എന്നാണ്. ഇവിടെ ഞാൻ സ്റ്റാർട്ട് പേജ് നമ്പറിംഗ് അറ്റ് 1 കൊടുക്കുന്നു. അതിന്റെ നമ്പറിംഗ് സ്റ്റൈൽ ഞാൻ മാറ്റുന്നു, ABCD ആക്കുന്നു. ഓക്കെ. ഇതാ, ഇപ്പോൾ 5, 6 വരെ പേജ് നമ്പർ വന്നു. 7ാം നമ്പർ ഉണ്ടായിരുന്നത് A മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. A, B, C, D, E, F, G ഇങ്ങനെയാണ് സെക്ഷൻസ് കൊടുക്കുന്നത്.